ഹലോ, ഹായ്, അസ്സലാമലൈക്കും. ഞാനിന്നൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അത് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി എന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സേമിയ നീളമുള്ളത് പൊടിച്ച് ഒരു പാനിലിട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം എടുക്കും ഇത് ഒന്ന് ശരിയായി വരാൻ. പെട്ടെന്ന് തീ കൂട്ടിയിട്ടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ വേണം അതൊന്ന് മൊരിപ്പിച്ചെടുക്കാൻ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കളറ് ജസ്റ്റ് ഒന്ന് കളറ് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ക്രീം കളർ ചെറിയൊരു ബ്രൗൺ കളറാവണ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. പെട്ടെന്നായി കിട്ടില്ല, അത് മെല്ലെ മെല്ലെ ഇളക്കി കൊണ്ടിരിക്കണം. ഏകദേശം കളറ് മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കളർ മാറി അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അതല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. എന്നിട്ട് ഞാനൊരു തേങ്ങാപ്പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ആദ്യത്തെ പാല് മാറ്റി വയ്ക്കും, തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കും. എന്നിട്ട് പിന്നെ 2-3 പ്രാവശ്യം നമ്മൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ഏലക്കായും കുറച്ച് പെരിഞ്ജീരകവും നല്ല ജീരകവും ചേർക്കും. എന്നിട്ട് അടുപ്പിൽ വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വറുത്ത് വെച്ച സേമിയം അതിലേക്ക് ചേർക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ടി വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് അത് നന്നായി വെന്ത് കിട്ടുള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ മെല്ലെ മെല്ലെ തീ കത്തിച്ചിട്ട് ഇളക്കണം. കൂടുതൽ തീ കത്തിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. എന്നിട്ട് അതൊന്ന് കട്ടിക്ക് വേണ്ടി നമ്മളതിലേക്ക് കുറച്ച് റവ ചേർക്കും, ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ മറ്റേ കൊണ്ട് തന്നെ കട്ടിയായി വരും. സേമിയ എന്തായാലും തന്നെ കട്ടിയായി വരും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. മധുരത്തിൻ്റെ കുത്തൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് അതൊന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മെല്ലെ മെല്ലെ. അല്ലെങ്കിൽ നന്നായി തിളച്ച് മറിഞ്ഞ് കഴിയുമ്പോൾ ആ പാൽ പിരിഞ്ഞു പോവും. നാളികേരപ്പാലല്ലേ, അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് ഇതൊന്ന് കുറുകി വരുമ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കട്ടിയായി വരുന്നുണ്ട്. റവയും ചേർത്താൽ പെട്ടെന്ന് കട്ടിയായി വരും. ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് പഞ്ചസാര ചേർക്കണം. എല്ലാം വെന്ത് കട്ടിയായി വന്നതിന് ശേഷം മാത്രമേ പഞ്ചസാര അതിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് മധുരമാണ് ചേർത്തിട്ടുള്ളൂ. എനിക്ക് മധുരം അധികം ഇഷ്ടമില്ല, അപ്പോൾ ഞാനത് കുറച്ച് മധുരം. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. കൂടുതൽ മധുരം ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്നിട്ടും നമ്മളൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഏകദേശം അതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ആദ്യം പിഴിഞ്ഞ് വെച്ച ആദ്യത്തെ 1-ാം പാൽ അതിലേക്ക് ചേർക്കുക. 1-ാം നാളികേരപ്പാൽ അതിലേക്ക് ചേർക്കുക. അത് ചേർത്ത് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചൂടാവും വേണ്ട. ഒന്നങ്ങനെ ഇതായി വരുമ്പോൾ നമ്മളത് ഇറക്കി വെക്കണം. ചെറിയ തീയിലിട്ടിട്ടാണ് ആക്കുന്നത്, അത് കാരണം അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നന്നായി കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളത്
ഇറക്കി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, ചെറിയ ഉള്ളി എന്നിവ വറുത്തിടണം. അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യാണ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം, അല്ല വെളിച്ചെണ്ണയാണ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് വറവിടാൻ അത് ഒഴിച്ചിട്ട്, ഞാനിവിടെ എനിക്ക് നെയ്യിൻ്റെ മണം അങ്ങനെ ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ഉള്ളി ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ചേർക്കും. അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ അതിലേക്ക് ചേർക്കണം. ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി എന്ന് പറയും. കട്ടി കൂട്ടി ഉണ്ടാക്കുന്നവർക്ക് കട്ടി കൂട്ടി ഉണ്ടാക്കാം. കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം. ഇത് ഞാൻ കുറച്ചൊരു നല്ല ലൂസും അല്ല നല്ല കട്ടിയും അല്ല, ആ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വറുത്തിട്ട് ഇടുക. അപ്പോൾ അത് നന്നായി അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.